സുവർണ കഥകളിലേക്ക് സ്വാഗതം. നീ എന്താടാ പെണ്ണുങ്ങളെ പോലെ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആക്ഷേപസ്വരത്തിൽ ഇത് കേൾക്കാത്ത ഒരു പുരുഷനും കേരളത്തിലുണ്ടാവാൻ സാധ്യതയില്ല. പുരുഷനെന്നാൽ വൈകാരിക ഭാവങ്ങൾ ഒരിക്കലും പ്രകടിപ്പിക്കരുതാത്ത, മൃദുലഭാവങ്ങൾ ഒരിക്കലും സഹജമല്ലാത്ത എന്തോ നിർമ്മിതിയാണെന്ന സമൂഹത്തിന്റെ കപടമായ പൊതുബോധ നിർമ്മിതിയിൽ ഹൃദയം തകർന്നിരിക്കുമ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാത്തത്ര സമ്മർദ്ദം എല്ലാ കാലത്തും മലയാളി പുരുഷനുണ്ട്. എപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായി നിയന്ത്രണം വിട്ടൊഴുകുന്ന കണ്ണീരിന് കിട്ടുന്ന മറുപടി പലപ്പോഴും അതായിരിക്കും, എന്താടാ നീ പെണ്ണുങ്ങളെ പോലെ മൂങ്ങുന്നത്? സ്ത്രീ ആവുക എന്നത് തന്നെ എന്തോ മോശം കാര്യമാണെന്ന് അന്തർലീനമായ ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളി ഇപ്പോഴും സമാനതകളില്ലാത്തത് തന്നെയാണ്. എന്നാൽ അവിടെയും ചെറിയ ഒരു വേർതിരിവ് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ പുരുഷനായി മാറിയാൽ നേരിടുന്ന പരിഹാസത്തിന്റെയും അധിക്ഷേപത്തിന്റെയും 1000 മടങ്ങ് ശക്തിയുണ്ടാവും ഒരു പുരുഷൻ സ്ത്രീയായി മാറിയാൽ നേരിടേണ്ടി വരുന്ന പരിഹാസത്തിനും അധിക്ഷേപത്തിനും. പുരുഷനെന്ന സമൂഹത്തിലെ ഉയർന്ന പ്രതല ബോധത്തിൽ നിന്നും താഴോട്ടിറങ്ങി സ്ത്രീയായി മാറുന്നത് സാമാന്യ ബോധമുള്ളവർക്ക് കഴിയില്ല എന്ന ധാരണ പുരുഷാധിപത്യ സമൂഹത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒന്നുമല്ല. അങ്ങനെ കപടമായ പുരോഗമന ബോധത്തിലും മിഥ്യാധാരണകളിലും സ്ത്രീ വിരുദ്ധതയിലും ഉണ്ടുറങ്ങുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്കാണ് ആ ധാരണകൾക്ക് തന്റെ കഥാപാത്രങ്ങളിലൂടെ ഊടും പാവും പകർന്നൊരാൾ, ഏതൊരു മലയാളി പുരുഷനും മനസ്സുകൊണ്ട് ഒരിക്കലെങ്കിലും ആവാൻ ആഗ്രഹിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ തന്റെ എല്ലാ ആണധികാരങ്ങളെയും അഹന്തയെയും മറികടന്ന് ആരുമറിയാതെയെന്നോണം ഒരു സ്ത്രീയുടെ ആഭരണമണിഞ്ഞ് സ്ത്രൈണഭാവത്തിൽ നമുക്ക് മുന്നിൽ നിലയുറപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതും. സ്ത്രീ പുരുഷനാവുന്നതും പുരുഷൻ സ്ത്രീ ആവുന്നതുമൊക്കെ പരിഹസിക്കപ്പെടാൻ മാത്രം ഉതകുന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട സിനിമകൾ, പരസ്യങ്ങൾ ഒക്കെയുള്ള ഒരു സമൂഹത്തിൽ ഈ പരസ്യചിത്രം പരിഹാസത്തിന് വിധേയമാവാതെ പോയതിന്റെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് മോഹൻലാൽ എന്ന നടന്റെ അപാരമായ അഭിനയ തികവ് ഒന്ന് മാത്രമാണ്. അയാളുടെ വിരലുകൾ പോലും അഭിനയിക്കും എന്ന പ്രശംസാവാക്കിനെ ഒട്ടും അതിശയോക്തിയില്ല എന്ന് തോന്നിക്കും വിധം മോഹൻലാൽ എന്ന നടൻ അന്വർത്ഥമാക്കി. സ്ത്രീ എന്നാൽ ഒരധിക്ഷേപ വാക്കല്ല എന്നും ഏതൊരു പുരുഷനിലും ഒരു സ്ത്രീയും ഒരു സ്ത്രീയിൽ പുരുഷനുമൊക്കെയുണ്ടെന്നും ഭേദിക്കാനാവാത്ത അതിരുകൾ മനുഷ്യർക്കിടയിൽ ഇല്ലെന്നും ദൃശ്യചാരുതകൾക്കപ്പുറത്ത് ഈ പരസ്യചിത്രം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നന്ദി പ്രിയപ്പെട്ട മോഹൻലാൽ. വെള്ളമടിച്ച് കോൺതിരിഞ്ഞ് പാതിരാക്ക് വീട്ടിൽ വന്നു കയറുമ്പോൾ കാലുമടക്കി തൊഴിക്കാൻ ഒരു പെണ്ണിനെ വേണമെന്ന ഡയലോഗിന് മാത്രം കൈയടിച്ചു ശീലിച്ച ഒരു സമൂഹത്തെ കൊണ്ട് തന്നെ അതിമനോഹരമായ ഈ സ്ത്രൈണതയ്ക്ക് കൈയടിപ്പിച്ചതിന്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.